ബി.ജെ.പി. പ്രവർത്തകനായ സൂരജിനെ കൊന്ന കേസിൽ 9 പ്രതികൾ കുറ്റക്കാരാണ്. CPM പ്രവർത്തകരായ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി, തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ വരാനുണ്ട്. സൂരജ് വധക്കേസിൽ 20 വർഷങ്ങൾക്ക് ശേഷം വിധി വരികയാണ്. വിവരങ്ങളുമായി ആശംസ. 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണ് പ്രതികൾ, എന്താണ് വിശദാംശങ്ങൾ? വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. 9 പ്രതികൾ, അതായത് ആകെ 12 പ്രതികളാണ് ഈ സൂരജ് വധക്കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ വിചാരണയ്ക്ക് മുമ്പ് തന്നെ മരിച്ചു. പിന്നീടുണ്ടായിരുന്ന 10 പ്രതികളാണ്. ഈ 10 പ്രതികളിൽ 9 പേർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു പ്രതിയെ, അതായത് 10ാം പ്രതിയെ ഈ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. 2005 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയായിരുന്നു നാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം അരങ്ങേറിയത്. അതായത് ഈ CPM പ്രവർത്തകനായിട്ടുള്ള സൂരജ് CPM വിട്ട് BJP-യിലേക്ക് പോയതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുഴുപ്പിലങ്ങാട് സ്വദേശിയായ 32-കാരനായിട്ടുള്ള സൂരജ് ടെലിഫോൺ എക്സ്ചേഞ്ച് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷയിലെത്തിയ CPM പ്രവർത്തകർ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറയേണ്ട 2 കാര്യങ്ങൾ, ഇതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള DK രജീഷ് കേസിലെ പ്രതിയാണ്. അതിനോടൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം, CM പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് കേസിൽ, ഗൂഢാലോചന കേസിൽ അദ്ദേഹത്തെയും കുറ്റക്കാരനാക്കിയിട്ടുണ്ട്. അതായത് സുപ്രധാനമായിട്ട് 2 കാര്യങ്ങൾ, PM മനോജും അതേപോലെ തന്നെ TK രജീഷും 2 പേരും ഇതിൽ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. തീർച്ചയായും CPM പ്രവർത്തകരായ പ്രതികൾ TK രജീഷ് 45 വയസ്സ്, NV യാഗേഷ്, K ഷംജിത്ത്, PM മനോരാജ്, നെയ്യോത്ത് സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, മനമ്പോത്ത് രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പ്രകാശൻ എന്നിവരായിരുന്നു പ്രതികൾ. 1-ാം പ്രതി മുഴപ്പിലങ്ങാട് ലക്ഷം വീട് കോളനിയിലെ PK ഷംസുദ്ദീൻ എന്ന ഷംസു, 12-ാം പ്രതി മക്രേരി കിലാനൂരിലെ TP രവീന്ദ്രൻ എന്നിവരാണ് സംഭവത്തിന് ശേഷം ഈ വിചാരണ കാലയളവിൽ മരിച്ചുപോയത്. അതുകൊണ്ട് സ്വാഭാവികമായും അവരെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 9, ഒരാളൊഴികെ 9 പ്രതികൾ കുറ്റക്കാരാണ് സൂരജ് വധക്കേസിൽ എന്നുള്ളതാണ് ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വരുന്ന വിവരം. 2005 ഓഗസ്റ്റ് 7-ാം തീയതി രാവിലെ 8:40-ന് ഓട്ടോയിലെത്തിയ ഈ ക്രിമിനലുകളുടെ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുമ്പിൽ വെച്ച് സൂരജിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മുമ്പും സൂരജിന് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്.